Hello everyone, welcome to Nafi the Educator. It's me, Nafi. 2026 മാർച്ചിൽ SSLC എക്സാമിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഇപ്പോൾ പുതുതായിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് വന്ന ആളുകളാണ്. നിങ്ങൾക്ക് മുന്നിൽ PYQs ഇല്ല, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 2026 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് പുതുതായിട്ട് 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന ഈ ഒരു ചാനലിലൂടെ ഇറക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് എത്തിയ കുട്ടികൾക്കൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് PYQs ഇല്ല. PYQs മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റില്ല, ഈ ഒരു ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കണ്ടന്റ് കുറച്ചധികം കൂടിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് എക്സാം പാറ്റേണിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. ഈ 3 പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എപ്പോഴെന്ന് അറിയോ? ഒന്ന്, നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടന്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 30% കണ്ടന്റ് കൂടിയിട്ടുണ്ട്. ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു 30% കണ്ടന്റ് എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് കൂടിയാലും കുറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഫേർട്ട് ഇട്ടാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താ, എനിക്ക് സോഷ്യൽ സയൻസ് ഇഷ്ടമാണ്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണ്, എനിക്ക് ബയോളജി ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾ ആദ്യം മനസ്സ് കൊണ്ടുപോകുക. നിങ്ങൾക്കൊരു സാധനത്തെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ്, താല്പര്യം കൂടുന്നതാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കൊരു സാധനത്തെ ഇഷ്ടമാണെങ്കിൽ അതിനോടുള്ള ഇൻട്രസ്റ്റ്, അതിനോടുള്ള താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ നിങ്ങൾ ആദ്യം എല്ലാ വിഷയങ്ങളും ഇഷ്ടപ്പെട്ട് തുടങ്ങാം. രണ്ടാമതായിട്ട് നിങ്ങൾ സ്ഥിരമായി പഠിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. അതായത് പറയാറുണ്ട്, കോൺസിസ്റ്റന്റ് വർക്കിംഗ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. സ്ഥിരമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ദിവസവും ഒരു 2 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ദിവസവും നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. മക്കളെ, ദിവസവും 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നിങ്ങൾക്ക് ദിവസവും പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഈ കാര്യം ശ്രദ്ധിച്ചിട്ടോ, ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ, ആ 4 ദിവസവും നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ മെയിലാണ് നിൽക്കുന്നത് അല്ലേ, നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ പോയ അടുത്ത കൊല്ലം 2026 മാർച്ചിലാണ്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഇനിയൊരു 10 മാസം സമയമുണ്ട്. ഈ 10 മാസം സമയത്തിൽ പഠിച്ചാൽ തീരാവുന്ന കണ്ടന്റ് നിങ്ങളുടെ മുന്നിലുള്ളൂ. നിങ്ങൾ പൊതുവെ എന്താ ചെയ്യുക, എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിക്കും. അങ്ങനെ പഠിച്ചാൽ മക്കളെ നിങ്ങൾക്ക് SSLC എക്സാം ഉണ്ടാകും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ്, അയ്യോ 9ാം ക്ലാസ് മുഴുവൻ ബുദ്ധിമുട്ടാണ്, 9ാം ക്ലാസ് ടഫാണ്. എന്തുകൊണ്ട് 9ാം ക്ലാസ് ടഫായത്? നിങ്ങൾ എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചുകൊണ്ടല്ലേ. എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായി, 9ാം ക്ലാസ്സിൽ എക്സാം ബുദ്ധിമുട്ടായി. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ വരരുത്. നിങ്ങൾ എക്സാമിന് തലേന്ന് മാത്രം പഠിക്കാതെ ആഴ്ചയിൽ 4 ദിവസം പഠിക്കുന്ന ഏറ്റവും ബെറ്റർ. ദിവസവും 2 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഒരു 2 മണിക്കൂർ വീതം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയവും ടഫാവില്ല. ഈ വിഷയം ടഫാണ്, എനിക്ക് സോഷ്യൽ ടഫാണ്, മാത്സ് ടഫാണ്, ബയോളജി ടഫാണ്, കെമിസ്ട്രി ടഫാണ് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ടഫാന്ന് പറയുന്നത്? അവർ പഠിക്കുന്നില്ലടാ. അവരിപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് ഒരാൾ പറയും, എനിക്ക് ഫിസിക്സ് ടഫാ, കെമിസ്ട്രി ടഫാ, അങ്ങനെയൊക്കെ പറയും. എന്തുകൊണ്ട് ടഫാന്ന് പറയുന്നത്? അവർ എക്സാമിന് തലേന്ന് മാത്രം പഠിക്കും. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അപ്പോൾ എക്സാമിന് തലേന്ന് മാത്രം പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ 4 ദിവസമെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ആഴ്ചയിൽ 4 ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വിഷയം മാത്രം പഠിക്കരുത്. ഒരു ദിവസം 2 or 3 വിഷയങ്ങൾ, അതായത് നിങ്ങൾ ആകെ പഠിക്കാനെടുക്കുന്ന സമയത്തെ 3 കഷ്ണങ്ങളാക്കി മുറിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ 3/4 മണിക്കൂറിന് 3 സെഷനായിട്ട് എന്ത് ചെയ്യുക, അതിന് മുറിക്കുക. അല്ലെങ്കിൽ 2 മണിക്കൂർ കുറച്ചധികം എടുക്കരുത്. അപ്പോൾ 3/4 മണിക്കൂർ 2.25 മണിക്കൂറാവും അല്ലേ. 3/4 മണിക്കൂറിന് 3 സെഷനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പഠിക്കാനിരിക്കുന്ന സമയത്ത് മാറ്റുക. എന്നാൽ ആദ്യത്തെ 3/4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിഷയം പഠിക്കുന്നു, പിന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. അടുത്ത 3/4 മണിക്കൂർ നിങ്ങൾ അടുത്ത വിഷയം പഠിക്കുന്നു, പിന്നെ അടുത്ത 10 മിനിറ്റ് ബ്രേക്ക്. അടുത്ത 3/4 മണിക്കൂർ നിങ്ങൾ ഒരു വിഷയം പഠിക്കുന്നു, പിന്നെ 10 മിനിറ്റ് ബ്രേക്ക്. ഈ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാമിൽ ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവണം, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാവണം, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് മക്കളെ, നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞ പോലെ തന്നെ ടഫാണ്, പേടിയാകുന്നു, ടെൻഷനാണെന്ന് പറഞ്ഞ് നടക്കാം. അപ്പോൾ ഒരാൾക്ക് ടഫാകുന്നതും അയാൾക്ക് എക്സാമിനനുബന്ധിച്ച് പേടി വരുന്നതും ടെൻഷൻ വരുന്നതും അയാൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. സോ നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നന്നായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക, അടിപൊളിയായി പഠിക്കുക. നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെൻഷനോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക. PYQs ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ എത്ര മാറ്റിയാലും കണ്ടന്റ് എത്ര കൂട്ടിയാലും സ്ഥിരമായി പഠിച്ചാൽ നിങ്ങളെ തേടി ബെസ്റ്റ് റിസൾട്ട് വരും. ഇതെൻ്റെ ഉറപ്പാണ്. പഠിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ തന്നെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ബൈ.